നമുക്ക് അരവിന്ദിന്റെ മക്കളുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അരവിന്ദിന്റെ മക്കളുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവരെ കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ശാരദ, യമുനയും ഗംഗെ അവരൊക്കെ ഉറങ്ങുന്ന ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കുറച്ച് സമയം. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേന് ശാരദയ്ക്ക് കണ്ണൊക്കെ നിറഞ്ഞു വന്നു. എങ്ങനെ കഴിയേണ്ട മക്കളാണ്. ഇപ്പൊ കണ്ടില്ലേ കിടക്കുന്ന കിടപ്പ്, പാവങ്ങള്. അരവിന്ദാണ്ട് പോയതോട് കൂടിയിട്ട് എല്ലാം പോയി. ഇനിയിപ്പോ എന്തിനെങ്ങനെ ജീവിക്കണം എന്നൊരു ചിന്തയൊക്കെ ശാരദയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. ശാരദയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് ശാരദ അവരെയൊക്കെ നോക്കി അതിനുശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുവാണ്. കുറെ സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും കാവേരി കണ്ണു തുറന്നു പോയി കഴിഞ്ഞപ്പോ ശാരദയെ കണ്ടില്ല. പെട്ടെന്ന് തന്നെ കാവേരി ഗംഗയെ വിളിക്കുകയാണ്. ഗംഗേച്ചി എഴുന്നേക്ക്, അമ്മയെ കാണുന്നില്ല എന്ന് പറഞ്ഞു. അമ്മയെ കാണുന്നില്ലെന്നോ? അതെ, ഇവിടെയൊക്കെ നോക്കിയിട്ട് അമ്മയെ കാണുന്നില്ലെന്ന് പറഞ്ഞു. ഒടുവില് ഗംഗയും ചാടി എഴുന്നേറ്റു. പിന്നീട് അവരവിടെയൊക്കെ നോക്കി കഴിയുമ്പോൾ കണ്ടില്ല. ആകെപ്പാടെ ടെൻഷനായി. അവര് രണ്ടുപേരും കൂടെ എന്ത് ചെയ്തു, ശാരദ അന്വേഷിച്ചിറങ്ങുവാണ്. അങ്ങനെ പോകുന്ന സമയത്താണ് ശാരദ ആ മലയുടെ മുകളിലേക്ക് കയറിപ്പോയി എന്നുകൊണ്ട് ആ കാഴ്ച കണ്ടിപ്പോ സഹിച്ചില്ല. അവര് പിന്നാലെ ചെന്ന് ശാരദയെ പിടിക്കുന്നുണ്ട്. ശാരദ പറഞ്ഞു, എനിക്കിനി ജീവിക്കണ്ട, എനിക്ക് ജീവിക്കാൻ പോലും തോന്നുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോ കാവേരി ചോദിച്ചു, അമ്മ എന്ത് പരിപാടി അമ്മ കാണിക്കാൻ ഒരുങ്ങിയെന്ന് ചോദിച്ചു. ഞാൻ എന്തിനാ മോളെ ജീവിക്കണേ, ഇങ്ങനെ ഈ ഭൂമിയിൽ എന്തിനാ ജീവിക്കണേ? ഇപ്പൊ തന്നെ കണ്ടില്ലേ, അരവിന്ദൻ ഉണ്ടായിരുന്നപ്പോ ഒരു വിഷമമില്ലായിരുന്നു. അരവിന്ദേട്ടൻ പോയി കഴിഞ്ഞപ്പോഴാണ് ഇത്രയും നാള് എങ്ങനെയാ ജീവിച്ചെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നേ. ഞാൻ എങ്ങനെയാ ജീവിക്കണേ, നിങ്ങളുടെ ഈ അവസ്ഥ കണ്ട് എനിക്ക് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഗംഗ പറഞ്ഞു, അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചപ്പോൾ ഞങ്ങൾക്ക് ആരേനെയും ഉള്ളത്? അച്ഛനോ പോയി, ഞങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് അമ്മ വേണ്ടേന്ന് ചോദിച്ചു. കാവേരി പറഞ്ഞു, അമ്മ ഇങ്ങനെയും ചെയ്യരുത് അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട് അവരെ, ശാരദയെ. പിന്നീട് സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നുണ്ട്. അന്നത്തെ രാത്രി കാവേരിക്കും ഗംഗയ്ക്കും ആണെങ്കിൽ ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. എന്ത് ചെയ്യണം, കാരണം ഈ പ്രതിസന്ധി ഘട്ടം എങ്ങനെയും തരണം ചെയ്തേ മതിയാവുള്ളൂ. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോ ശാരദ കാവേരിയും ഗംഗയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ, അരവിന്ദേട്ടൻ കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, രജിസ്റ്റർ ചെയ്യാൻ പോവാന്ന് പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ജയപാലനെ അറിയായിരിക്കും. അപ്പൊ പൈസ കൊടുത്തിട്ടുണ്ടെന്നല്ല പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ആ സ്ഥലം എഗ്രിമെന്റ് ചെയ്യണ്ട. ഗംഗയുടെ വിവാഹത്തിന് ശേഷം എൻഗേജ്മെന്റ് ഒക്കെ നടത്തിയതിനു ശേഷം എഗ്രിമെന്റ് ചെയ്യാന്ന് പറഞ്ഞല്ലേ ഇരുന്നേ. ആ പണത്തെക്കുറിച്ച് ചോദിക്കാം. ആ പണം കിട്ടുവാണെങ്കിൽ നമുക്ക് വീട് തിരിച്ചു പിടിക്കാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം കാവേരിക്കും ഗംഗയ്ക്കും തോന്നി ശരിയാന്ന്. പിന്നീട് അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ ജയപാലനങ്ങളോട് പോയി സംസാരിച്ച് എന്താ ഏതെന്നൊക്കെ അറിയട്ടെ. അങ്ങനെയാണെങ്കിൽ ആ പണം തിരിച്ചു തരാനായിട്ട് പറയാം, പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോയി. ഈ സമയത്ത് ശാരദയ്ക്ക് ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആ പണം കിട്ടണം. കുറെ പൈസ കൊടുത്തിട്ടുണ്ടായിരിക്കും, അത് കിട്ടുവാണെങ്കിൽ കടങ്ങളൊക്കെ വീട്ടാലോ, വീട് തിരിച്ചെടുക്കാലോ എന്നൊരു ചിന്ത. ഈ സമയത്ത് നീള എന്ത് ചെയ്തു, അകത്തേക്ക് കയറിച്ചതു. അപ്പൊ പൊന്നു അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പൊന്നുവിന്റെ അടുത്തേക്കുന്നു. അപ്പൊ പൊന്നിന്റെ അടുത്ത് കുറെ പാവ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വിനീതന്റെ പെങ്ങളുടെ കൊച്ചിന്റെ കയ്യില്. അങ്ങനെ അതിനകത്തുനിന്ന് ഒരു പാവ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും പൊന്നു കിടന്ന് അലറി വിളിച്ച് കരയുവാണ്. അപ്പോഴേക്കും നീള ആകെപ്പാടെ പേടിച്ചു പോയി. നീള പറഞ്ഞു, അയ്യോ പൊന്നു, ഞാൻ ഈ പാവ മാത്രമല്ലേ എടുത്തുള്ളൂ, കരയൊന്നും വേണ്ട, മോള് കരയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിനീതന്റെ പെങ്ങൾ അങ്ങോട്ട് വന്നു. നീ എന്താടി എന്റെ കൊച്ചിനെ കാണിച്ചെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുവാണ്. ഒച്ചപാടും ബഹളം ഉണ്ടാക്കി. അപ്പോഴേക്കും വിനീത് അങ്ങോട്ട് ഓടി വന്നു. എന്താ ഏതാന്നൊക്കെ ചോദിച്ചു. നീള പറഞ്ഞു, വിനീതേട്ടാ, ഞാൻ ഈ പാവ മാത്രമൊന്നും എടുത്തുള്ളൂ. അപ്പോഴേക്കും ഇവള് പൊന്നു കിടന്ന് കരഞ്ഞാന്ന് പറഞ്ഞു. സാരമില്ല, മോൾ ഇങ്ങോട്ട് വരാനും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവാ. ആ സമയം സുജാത അങ്ങോട്ട് വന്നേ. സുജാത വന്നു കഴിഞ്ഞപ്പോഴത്തേനും പൊന്നുവിന്റെ പാവ എടുത്ത് അവള് കളിക്കാനുണ്ടെങ്കിൽ പൊന്നു കരഞ്ഞെന്നൊക്കെ ഉള്ളത് വിനീതിന്റെ പെങ്ങള് പറഞ്ഞു കൊടുക്കുക. അത് കേട്ടപ്പോ സുജാത പറഞ്ഞു, പിന്നെ ഉള്ള കുഞ്ഞിനല്ലേ കളിക്കാനായിട്ട്, കളിക്കേണ്ട പ്രായമാണല്ലോ അവൾക്ക്. കുഞ്ഞു കൊച്ചിന് പാവ എടുത്തിട്ട് അവള് കളിക്കണമെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി പറയാ. നിളയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. പിന്നീട് വിനീത് വിളിച്ചോണ്ട് പോയി നീലയോട് പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, മോൾക്ക് ഏത് പാവയാ കളിക്കാൻ വേണ്ടേ, എന്താ വേണ്ടേന്ന് പറഞ്ഞാൽ മതി, ഞാൻ വാങ്ങിത്തരാന്ന് പറഞ്ഞു. വേണ്ട എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ വാങ്ങിക്കൊണ്ട് വരാം, മോള് പറഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെ നിളയെ ആശ്വസിപ്പിക്കുകയാണ്. നിളയ്ക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. തൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. പക്ഷെ അച്ഛനില്ലാത്തതുകൊണ്ട് എങ്ങനെയൊക്കെ മറ്റുള്ളവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ എന്തൊരു വസ്തു എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞാണെ പോലും അവള് പറഞ്ഞൊന്നും കേട്ടിട്ട് നിലയ്ക്ക് ഭയങ്കര സങ്കടമായി പോയിട്ടുണ്ടായിരുന്നു. ഇതേ സമയം ജയപാലനെ കാണാനായിട്ട് ഗംഗയും കാവേരിയും കൂടെ ചെന്നു. പിന്നീട്
ജയപാലിനോട് കാര്യങ്ങൾ പറയാൻ ഒരുങ്ങുവാണ്. അതെ, അച്ഛനൊരു പ്രോപ്പർട്ടി വാങ്ങാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അച്ഛൻ അതിനെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗംഗേച്ചിയുടെ വിവാഹത്തിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ആ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ അച്ഛൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ പ്രോപ്പർട്ടിക്ക് ഇനി പൈസ കൊടുക്കണ്ട, ആ പൈസ അങ്ങ് തിരിച്ചു വാങ്ങിച്ചു തരാൻ പറ്റുമോ അങ്കിളെ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ജയപാലൻ പറഞ്ഞു, നിങ്ങൾ എന്താ പറയണമെന്ന് ചോദിച്ചു. അതെ, ആ പ്രോപ്പർട്ടിക്ക് കൊടുത്ത അഡ്വാൻസ് കൊടുത്ത പേയ്മെന്റ് ഞങ്ങൾക്ക് തിരിച്ചു തരണം, എന്നാലും ആ പ്രോപ്പർട്ടി ഇനി വേണ്ട, എഗ്രിമെന്റ് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു. ജയപാലൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി. അപ്പൊ സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന അരവിന്ദൻ മരിക്കുന്നതിന് മുമ്പ് ഇത് അപകടമാണെന്ന് മനസ്സിലായി. പെട്ടെന്ന് തന്നെ ജയപാലൻ പറഞ്ഞു, അയ്യോ മോളെ, നിങ്ങൾ എന്താ പറയണേ? അവൻ അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു, ആ പ്രോപ്പർട്ടി വാങ്ങുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേങ്കില് പൈസയും കാര്യങ്ങളൊന്നും തന്നില്ല എന്ന് പറഞ്ഞു. പൈസ തന്നില്ലാന്നോ? അതെ, പൈസ തരുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു, പക്ഷെ പൈസ തന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പം ഗംഗയും കാവേരിയും പരസ്പരം നോക്കണം. പക്ഷെ അച്ഛൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞേ. ഗംഗേച്ചിയുടെ എൻഗേജ്മെന്റ് കഴിയുമ്പം അത് രജിസ്റ്റർ ചെയ്യുന്നൊക്കെയാണല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ അവൻ പൈസ തന്നില്ല, അതിനുശേഷം തരാന്നൊക്കെ പറഞ്ഞേ, അതുകൊണ്ട് പൈസയൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ആകെ തകർന്നുപോയി. ഏക പ്രതീക്ഷ അതായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊരു ചിന്തയൊക്കെ ഗംഗയുടെ കാവേരിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അപ്പോഴേക്കും ജയപാലൻ പറഞ്ഞു, എന്ത് ചെയ്യാനാ, അതിനു മുമ്പ് അവൻ മരിച്ചു പോയില്ലേ. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു അവന്. ഗംഗയുടെയും കാവേരിയുടെയും എമ്മിനുടെയും എല്ലാവരുടെയും വിവാഹം നടത്തണം, പിന്നെ ആ പ്രോപ്പർട്ടിയൊക്കെ വാങ്ങണം. പക്ഷെ എല്ലാം തകർന്നുപോയി. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സങ്കടം അഭിനയിക്കുവാണ് ജയപാലന്. പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് ഗംഗയ്ക്കും കാവേരിക്കും മനസ്സിലായി. അവരെ തിരികെ വീട്ടിലേക്ക് പോരുന്ന സമയത്ത് തങ്ങളുടെ അടഞ്ഞു കിടക്കുന്ന ആ വീട്ടിലേക്ക് ചെല്ലുവാണ്. ആ വീട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സങ്കടമായി. രണ്ടുപേരും അവിടെ പോയിരുന്ന് കരയുവാണ്. എന്നാലും ഇങ്ങനെയൊരു പ്രശ്നം നമ്മൾ പ്രതീക്ഷിച്ചല്ലോ. അച്ഛൻ പക്ഷെ പറഞ്ഞല്ലേ ഗംഗേച്ചി. ജയപാലനങ്ങൾ പറയുന്നു പണം കൊടുത്തിട്ടില്ലാന്ന്. ഇത് ഏതാ സത്യം, ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലോ എന്ന് പറഞ്ഞു. ഇതേ സമയത്താണ് നിവിൻ അതിലൂടെ വരുന്നത്. നിവിൻ കണ്ടു രണ്ടുപേരും കൂടെ അവിടെ നിന്ന് കരയുന്നത്. പെട്ടെന്ന് നിവിൻ അങ്ങോട്ടേക്കുന്നു. എന്താ നിങ്ങൾ എന്താ ഇവിടെ വന്നിരിക്കണേന്നൊക്കെ ചോദിച്ചു. ഒന്നുമില്ലാന്ന് പറഞ്ഞു. ഇവിടെ വന്നിരിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ വീട്ടിലേക്ക് പോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ദേഷ്യം വന്ന് കാവേരിക്ക്. കാവേരി പറഞ്ഞു, ഞങ്ങൾ എവിടെ ഇരിക്കണം ഞങ്ങളാ തീരുമാനിക്കുന്നത്, ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾ ജീവിക്കും, എവിടെ ഇരിക്കും കിടക്കും എന്തെങ്കിലും ചെയ്യും, നിങ്ങൾ അതിൻ്റെ അകത്ത് ഇടപെടുമൊന്നും വേണ്ടാന്ന് പറഞ്ഞ് നിവിനോട് ദേഷ്യപ്പെടുവാണ്. എല്ലാവരുടെയും ഉള്ള ദേഷ്യം നിവിനോട് തീർക്കുവാണ് കാവേരി. ഈ സമയം നിവിൻ പറഞ്ഞു, അല്ല ഇവിടെ തനിച്ചു വന്നിരുന്ന് കരഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞു. പിന്നീട് നിവിൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വിനീതിനെ വിളിക്കുകയാണ്. വിനീതിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം. അവർ രണ്ടുപേരും ഇവിടെ വന്നിരുന്ന് കരയുന്നുണ്ട്, ഞാൻ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. വിനീത് പറഞ്ഞു, ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വിനീത് വന്നു. വിനീത് വന്നു കഴിഞ്ഞ് കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് കാവേരിയും ഗംഗ ആ കാര്യങ്ങൾ പറയണേ. അച്ഛൻ നേരത്തെ ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ടി പണം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജയപാലൻ്റെ അങ്കിളിൻ്റെ അടുത്ത്. പക്ഷേങ്കിൽ ഇപ്പം അങ്കിള് പറയുന്നത് അങ്ങനെ ഒരു പ്രോപ്പർട്ടിക്ക് പണം കൊടുത്തിട്ടില്ലെന്നാ. എന്ത് ചെയ്യണമെന്ന് അറിയില്ല വിനീതേട്ടാ, ഒരു പ്രതീക്ഷയായിരുന്നു ആ തുക എന്ന് പറഞ്ഞു. വിനീത് പറഞ്ഞു, പേടിക്കണ്ട, നമുക്ക് നോക്കാം എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാന്ന് പറഞ്ഞു. ഇനി എന്ത് ചെയ്യും, അമ്മയോട് എന്ത് എന്ന് പറയും, ആകെ പഴയുള്ള പ്രതീക്ഷയായിരുന്നു അതെന്ന് പറഞ്ഞു. നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക, നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. ഇനിയിപ്പോൾ പൈസ കൊടുത്തിട്ടുണ്ടോ ഇല്ലെന്നും അറിയത്തില്ലല്ലോ. പക്ഷെ അമ്മ ആ പ്രതീക്ഷയോടെ അല്ല കാത്തിരിക്കുന്നേ. ഈ വീട് ഞങ്ങൾക്ക് തിരികെ എടുക്കണമെങ്കിൽ ആ പണം കിട്ടുവാണെങ്കിൽ നല്ല കാര്യമായിരുന്നു പറഞ്ഞു. അതിനിപ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ, നിങ്ങൾ വീട്ടിലേക്ക് വാ എന്നും പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോവാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. ഇനി എന്തായി തീരുമെന്നറിയില്ല. ഒരു പക്ഷേങ്കിൽ ജയപാലിന്റെ കള്ളത്തരങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് അവർക്ക് മനസ്സിലായില്ലെങ്കിൽ അവർ വീണ്ടും ഇനി ചതിക്കുഴിയിലേക്ക് വീഴത്തുള്ളൂ. ജയപാലനാണെങ്കിലോ എങ്ങനെ ഇവരെ താർക്ക എന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.